ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ വരുന്ന കാലഘട്ടങ്ങളിൽ 4-5 പടങ്ങൾ അടുപ്പിച്ച് ചെയ്തതാണ്. സ്വീകരിക്കാൻ വലിയ പാടാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേക കോക്കസ്, നമ്മുടെ മലയാള സിനിമയുടെ പ്രത്യേക മാർക്കറ്റിംഗ് മേഖല പോലും കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം, അതിനെ ചിലർ മാഫിയ സംഘം എന്നൊക്കെ വിളിക്കും, ഞാൻ അത്രയും വരെ ഒന്നും പോകുന്നില്ല, ഒരു പ്രത്യേക കോക്കസ്. ഈ കോക്കസിൽ പെട്ടിട്ട് പുതിയ തലമുറയ്ക്ക് വരാനായിട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് അതിൻ്റെ മാർക്കറ്റിംഗ്, തിയേറ്ററുകളിലുള്ള അപ്രീസിയേഷൻ പോലും ഇല്ലാതാക്കുക. അല്ലെങ്കിൽ ഒരു വിഭാഗം ഫാൻസുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം നല്ല ചെറുപ്പക്കാർ, അവരെന്തോ അന്ധമായ വിശ്വാസത്തിൻ്റെ പുറത്ത് അവരുടെ സൂപ്പർ സ്റ്റാറിൻ്റെ പടമല്ല മറ്റു പടങ്ങളെ കൂകിത്തോപ്പിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരിക, പ്രവണതയിലോട്ട് വരിക. അപ്പം ഫസ്റ്റ് ഡേയിൽ തിയേറ്ററിൽ പോയിരിക്കുന്ന ചെറിയ പടങ്ങൾ കാണാൻ ഒരു ഫാമിലി പോയിരുന്നാൽ ഒന്നും കേൾക്കാൻ മേല, എന്താ പറഞ്ഞെന്നറിയില്ല, ഇത് എന്ത് പടമാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ പോരുന്ന അവസ്ഥ. അപ്പോൾ ഇത് സംസാരം കേട്ടെങ്കിലല്ലേ ഇതിനകത്തൊരു കഥയുണ്ട്. ആ വന്നിരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഈ പറയുന്ന സൂപ്പർ താരങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ അഭിനയിച്ച ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവൻ കൊള്ളാമല്ലോ എന്ന് അവരൊന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സമയം കൊടുക്കണം. അങ്ങനെ പോലും കൊടുക്കാതെ മലയാള സിനിമയിൽ പുതിയ താരോദയങ്ങൾക്കും പുതിയ പ്രതിഭകൾക്കുമുള്ള വരവിനെ ഒരു പരിധി വരെ തടഞ്ഞിട്ടുണ്ടായിരുന്നു, സത്യമാണ്. അപ്പോൾ അതിനെതിരെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളെന്നല്ല. ഇപ്പോൾ എൻ്റെ ഊമപ്പനൊരു അടപ്പയ്യനോ അല്ലെങ്കിൽ ഞാൻ മണിക്കൂട്ടനെ കൊണ്ടുവന്നപ്പോഴോ, ഈവൻ പക്രുവിൻ്റെ പടം ഈ 75-ാം ദിവസം പോസ്റ്റർ അടിച്ചപ്പോൾ പോലും പക്രു എന്ന് പറയുന്ന വികലാംഗൻ്റെ മുഖത്ത് പോലും കരിയൊഴിക്കുന്നത് ഞാൻ കണ്ടവനായ, അവനൊരിക്കലും ആർക്കും ഒരു ബദലാകത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു തരാൻ കാര്യം, പുതിയ സിനിമകൾ, പുതിയ പ്രതിഭകൾ, പുതുമുഖങ്ങളൊക്കെ വന്നാൽ അതൊന്നും വേണ്ട, നമ്മുടെ മൊണോപ്പൊളി മതിയെന്ന് തോന്നിക്കുന്ന ഒരവസ്ഥ മലയാള സിനിമയിൽ അറിഞ്ഞോ അറിയാതെയോ ആരൊക്കെ കൂടി ഉണ്ടാക്കിയിരുന്നു. അത് വളരെ പക്വതയോടുകൂടി അതിനൊരു ധാരണ അതിനെതിരായിട്ട് വരികയും അത് മാറുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പം മാറി തുടങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ പഴയകാല മലയാള സിനിമയിൽ സംഘടനകളില്ലായിരുന്നു. പഴയകാല മലയാള സിനിമയിൽ ഒരു കാലത്ത് അന്ന് പ്രശ്നങ്ങളില്ലായിരുന്നു. ഇന്ന് പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി കൂട്ടായ്മയ്ക്ക് സംഘടന വന്നപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വന്നത്. അപ്പോൾ സംഘടന ശരിക്കും ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വളർത്താൻ ഉപകരിക്കുള്ളൂ സാർ? അത് അത് ഞാൻ ഈ പറഞ്ഞ പോലെ സംഘടനയായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ, നമ്മുടെ ഐഡിയോളജിയിൽ നമ്മുടെ ചിന്തകളിൽ വരുന്ന മാറ്റങ്ങളും സ്വാർത്ഥതയുമാണ് പ്രശ്നം. പണ്ട് സംഘടനകളില്ലായിരുന്നു, പുതിയ സംഘടന വരുന്നത് നല്ലതാണ്. സംഘടന ഇപ്പം താരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, അവർ കഷ്ടപ്പെടുന്ന താരങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി സംഘടന. ഞങ്ങൾ മാക്ട ഫെഡറേഷൻ തുടങ്ങിയത് പാവപ്പെട്ട 24 മണിക്കൂർ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് ഈ വലിയ സിനിമാ മേഖലയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന 150 രൂപയാണെന്ന് കണ്ടിട്ടാണ് ഞാൻ മുന്നിട്ടിറങ്ങിയിട്ട് തൊഴിലാളികൾക്ക് വേണ്ടി ഒരു സംഘടന മാക്ട ഫെഡറേഷൻ ഉണ്ടാക്കി. അവിടെ ഞങ്ങൾ 300 രൂപ മിനിമം കൂലി കൊടുക്കണം. ക്യാമറ അസിസ്റ്റൻറ്റ്, മേക്കപ്പ് അസിസ്റ്റൻറ്റ്, കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റ്, പാത്രം കഴുകുന്നവർ, ഇങ്ങനെ ഒരു വലിയ വിഭാഗം ഇന്ന് ഏറ്റവും ഇന്ത്യ മഹാരാജ്യത്ത് കാശ് കുറവുള്ള ഒരു മേഖലയാണ്. അവർ തിരുവോണത്തിൻ്റെ നിന്ന് പണി ചെയ്താലും അവർക്ക് കിട്ടുന്നത് ഈ പറയുന്ന 250 രൂപ, ഡബിൾ വേസ് പോലും കിട്ടത്തില്ല. അപ്പോൾ പകരം മേടിക്കുന്ന 1 കോടി മേടിക്കുന്നത് ആരും ചോദിക്കുന്നത് ഞങ്ങളും പണിയില്ലെന്നാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ 1 കോടി മേടിക്കുമ്പോൾ അവന് കിട്ടുന്ന 250, അപ്പോൾ അവൻ അതിനുള്ള കോമ്പൻസേഷനോ ഡബിൾ വേജസോ കിട്ടാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ സംഘടന ഉണ്ടാക്കി. അങ്ങനെ എല്ലാവർക്കും സംഘടന ഉണ്ടായത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംഭവിച്ചത് നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഘടനയുടെയൊക്കെ നേതൃത്വത്തിൽ വരുന്നവരുടെ പ്രശ്നങ്ങളാണ്. ഇവരൊക്കെ സ്വന്തം കാര്യത്തിനായിട്ട്. ഇപ്പോൾ മലയാള സിനിമയിലെ അവസ്ഥ എന്താ? ഈ സംഘടനകളൊക്കെ നിൽക്കുന്നത് പിന്നെ താരങ്ങളുടെ സംഘടന സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി നിൽക്കും. അതിനകത്ത് പ്രവർത്തിക്കുന്ന പ്രസിഡന്റും സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റേ ജോയിൻറ്റ് സെക്രട്ടറിയോ ട്രഷററോ ഒക്കെ സൂപ്പർ താരം തെങ്ങിക്കിടക്കുന്ന മാങ്ങയാണെന്ന് പറയാൻ വേണ്ടി അവർക്ക് വേണ്ടി അവരെ ആരെങ്കിലും ചീത്ത വിളിച്ചോ ഞങ്ങൾ കൊന്നുകളയും എന്ന് പറയാൻ അവർക്ക് വേണ്ടി വാദിക്കാനും പ്രസംഗിക്കാനുമായിട്ട് ആ സംഘടന നിൽക്കുന്നു. ഇപ്പറേ നമ്മുടെ ടെക്നീഷ്യന്മാരുടെ മാക്ട ഫെഡറേഷൻ പൊളിച്ചുകൊണ്ട് സംഘടന ഉണ്ടാക്കി ഫെഫ്ക. അവിടുത്തെ സംഭവം എന്താണ്? ഈ സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി വാദിക്കുക, എന്നിട്ട് അവരുടെ ഡേറ്റ് കിട്ടുമെങ്കിൽ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും പടം ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഏത് പ്രസ്ഥാനമായിക്കോട്ടെ അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവർ ജെനുവിനായിരിക്കും. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ സംഘടനയിൽ നടക്കുന്നത് എന്താ? ഞാൻ പറഞ്ഞ മഹാനായ EMSനെ പോലെ അല്ലെങ്കിൽ AKGയെ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മുടെ പഴയ നേതാക്കന്മാരെ പോലെ നമുക്ക് എല്ലാ വിഭാഗക്കാരും കണ്ണടച്ചുകൊണ്ട് ഞങ്ങളുടെ ലീഡർ, ഞങ്ങളുടെ നേതാവ് എന്ന് പറയുന്ന ഒരാൾ ഇന്ന് ആരാ ഉള്ളത്? ആരുമില്ല. അപ്പം രാഷ്ട്രീയത്തിലായിക്കോട്ടെ സിനിമയിലായിക്കോട്ടെ ഏത് മേഖലയിലാണെങ്കിലും ശുദ്ധമായ സ്വാർത്ഥതയില്ലാത്ത വ്യക്തിത്വങ്ങളുണ്ടാകണം. ഇപ്പം ഞാൻ തന്നെ ഈ സംഘടനയിൽ വന്നേ പിന്നാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുക്കളും എനിക്ക് സിനിമ പോയതും ഞാൻ ഇവരുടെയൊക്കെ ശത്രുവായത്. കാരണം എന്താ, സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുമ്പം ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ ഒരു ഡയറക്ടറെ ഇന്ന് 40 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ച് കൊടുത്തിട്ട് എന്നെ വഞ്ചിച്ചു, ദിലീപ് പിന്നെ എനിക്ക് ഡേറ്റ് തന്നില്ല, എന്നെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തു എന്ന് പറഞ്ഞാൽ സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിൽ ദിലീപിനെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പടം ചെയ്തിരുന്നു. ദിലീപിനെ ആദ്യ സോളോ ഹീറോ ആക്കിയ ആളാണ് കല്യാണ സൗഗന്ധി. അയാളെ വെച്ചിട്ട് 6 പടം ചെയ്തിട്ടുള്ള ആളാണ്. എൻ്റെ വലിയ സുഹൃത്താണ്, ഫാമിലി ഫ്രണ്ടാണ്. പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പം അത് ദിലീപ് നമ്മുടെ വന്നോ ഞാൻ അത് വേറെ ദിലീപ് അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്തു തന്നെ കേട്ടോ, തുളസീദാസ് എന്നാണ് എനിക്ക് പറയാറ്. പക്ഷെ ഞാൻ എൻ്റെ ശുദ്ധതയ്ക്ക് പറഞ്ഞു ഇത് ശരിയല്ല, അത് നിയമപരമായിട്ട് കേട്ടപ്പോൾ അത് വളരെ കറക്റ്റാണ് ഈ പരാതിയിൽ.
അതുകൊണ്ട് ആ പരാതി നമുക്ക് ദിലീപ് ഇക്കാര്യത്തിൽ നിന്ന് സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇഷ്ടമുള്ളവരുടെ പടത്തിൽ അഭിനയിക്കും. അതല്ല, ഇത് കൊണ്ടുവന്നത് ഈ ഇഷ്യൂ കൊണ്ടുവന്നത്, ഈ ഒരു അഡ്വാൻസ് കൊണ്ടുവന്നത് തുളസീദാസ് ആണെങ്കിൽ അയാളുടെ പടം ഇപ്പോൾ ഓടുന്നില്ല, ഒരു സൂപ്പർ ഹിറ്റ് എടുത്തിട്ട് വന്നൊക്കെ, അപ്പോൾ അങ്ങനെ ആ പൈസ മേടിക്കരുതായിരുന്നു. നിങ്ങൾ കൊണ്ടുവന്നിരുന്ന ഈ പൈസ മേടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ പിന്നെ മേടിക്കാം. ഇതല്ല, അദ്ദേഹമാണ് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. ആ എഗ്രിമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ പ്രൊഡ്യൂസറെ വിളിച്ച് പറയുക, ഞാൻ പടം ചെയ്യാം, പക്ഷേ ഇയാളെ ഒന്ന് മാറ്റിയേക്കണം എന്ന് പറയുന്നത് പ്രൊഫഷണൽ എത്തിക്സിന് ചേർന്നതല്ല. ഇതായിരുന്നു എൻ്റെ പേരിലുള്ള ഈ കോലാഹലങ്ങളെല്ലാം. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി തുളസിദാസേ അതൊക്കെ ചുമ്മാ അയാളൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കട്ടു, തനിക്ക് വേറൊരു പടം കിട്ടും എന്ന് പറഞ്ഞാൽ ദിലീപ് അത് ഞാൻ ഇന്ന് വലിയ മഹാനുമായാനെ ഇവരുടെയൊക്കെ ഡേറ്റും കിട്ടിയാനെ എനിക്ക് ഇരിക്കായിരുന്നു. പക്ഷെ എവിടെ ഉണ്ട് നമ്മുടെ ലീഡർഷിപ്പിലുള്ളവരുടെ ജെനുവിനിറ്റി? അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ? ഈ സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി ഇവരെന്ത് പറഞ്ഞാലും അത് സിന്ദാബാദ് എന്ന് വിളിക്കുകയും ബാക്കി ഒന്നും പ്രശ്നമില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ പടം ചെയ്യണമെന്ന് ഇപ്പോൾ ഏത് അസോസിയേഷൻ എടുത്തോളൂ. ഇവിടെ എല്ലാവരും നിൽക്കുന്നത് ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം, എനിക്കെന്തോ അതിനോട് പറ്റത്തില്ല. അങ്ങനെ ജീവിക്കുന്നതിനകത്തൊരു സുഖവും അങ്ങനെ തുറന്നു പറയുന്നതിനകത്തൊരു ഇത്രയെത്തി ഇൻ്റർവെൽ പോയിൻ്റൊക്കെ കഴിഞ്ഞു, ഫിനിഷിംഗ് പോയിന്റിലോട്ട് പോവുക ലൈഫിൻ്റെ. എനിക്കിത് മാറ്റണം, അതുകൊണ്ടാണ് ഞാൻ പിടിച്ച് നിൽക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സത്യങ്ങൾ മലയാള സിനിമയിലുണ്ടെന്ന് തുറന്നു പറയാൻ മടിയില്ലാത്ത ഒരാളാണ് വിനയൻ സാറെന്ന് 2 എപ്പിസോഡിലും അദ്ദേഹം തെളിയിച്ചു. ഇനിയും ഒരുപാട് ഞെട്ടിക്കുന്ന സത്യങ്ങൾ, നാം എല്ലാം ഭയന്നു പോകുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾ കാത്തിരുന്ന് കാണുക.